لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله ومن അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നമ്മിലേക്ക് പറഞ്ഞയച്ചത് ആ പ്രവാചകർ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനാണ്. ആ പ്രവാചകന്മാരുടെ ജീവിത രീതികൾ ജീവിതത്തിൽ പകർത്താനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ മനുഷ്യരായിട്ടുള്ള പ്രവാചകന്മാരെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോ പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അന്ന് ചോദിച്ചു, എന്തുകൊണ്ട് മലക്കിനെ തിരഞ്ഞെടുത്തില്ല എന്ന്. അപ്പൊ അല്ലാഹു അതിന്റെ മറുപടി ഖുർആനിൽ പറയുന്നുണ്ട്, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. ഞാൻ മലക്കിനെ നിയമിക്കുകയാണെങ്കിൽ തന്നെ ഒരു മലക്കിനെ മനുഷ്യരൂപത്തിലേ നിയമിക്കാൻ കഴിയൂ. മനുഷ്യന്റെ രൂപം മാത്രം പോരാ, മനുഷ്യന്റെ എല്ലാ പ്രകൃതിയും ഉണ്ടാവണം. അപ്പോഴും ഇതേ കൺഫ്യൂഷൻ അവർക്കുണ്ടാകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രവാചകന്മാര് നമ്മുടെ മാതൃകയാണ്, ജീവിച്ച് കാണിച്ച് തരേണ്ടതാണ്. അതൊരു മലക്കിനെ കൊണ്ട് കഴിയില്ല. മലക്കുകൾക്ക് അവരുടെ സൃഷ്ടിപ്പോടുകൂടി ചില കാര്യങ്ങളുണ്ട്, അവർക്കത് കഴിയുള്ളൂ. ഒരു മലക്കിന് നന്നാകാനും കഴിയില്ല, മോശമാകാനും കഴിയില്ല. അവർ നല്ലവരാണ്. പക്ഷെ മനുഷ്യനാണ് പലപ്പോഴും നന്നാവുക മോശമാവുക എന്ന വിശേഷണങ്ങളിൽ പെടാറുള്ളത്. അപ്പോ വ്യഭിചരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യൻ വ്യഭിചരിക്കാതെ ജീവിച്ച് കാണിച്ചു തരണം. അത് മനുഷ്യനെ കൊണ്ടേ കഴിയുള്ളൂ, മലക്കിനെ കൊണ്ട് കഴിയില്ല. കാരണം മലക്ക് വ്യഭിചരിക്കൂല. കളവ് നടത്താൻ പാടില്ല എന്ന് പറയുന്ന മനുഷ്യൻ കളവ് നടത്താതെ നമ്മുടെ മുന്നിൽ മാതൃകയായി ജീവിക്കണം. അതിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല പ്രവാചകനായി നിയമിച്ചത്. അത് മലക്കിനെ പറ്റില്ല. സാധാരണ നിലക്ക് മനുഷ്യപ്രകൃതിയായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചിലത് നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതുണ്ട് എന്നതാണ്. അത് ജീവിതത്തിൽ മൊത്തത്തിൽ വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണം, പിൻപറ്റണം എന്ന് നമ്മളൊക്കെ പറയുന്നത്. പ്രവാചകനെ പിൻപറ്റാതെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരു അമല് സ്വീകരിക്കാനുള്ള മാനദണ്ഡം പണ്ഡിതന്മാർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇഖ്ലാസ്, അതിനാണ് നമ്മൾ നിയ്യത്ത് എന്ന് പറയാം, നിയ്യത്ത്. രണ്ടാമത്തേത് മുതാബഅത്തു റസൂലാണ്, റസൂലിനെ പിൻപറ്റി ആയിരിക്കണം എന്നതാണ്. അപ്പൊ നിസ്കാരം ആലോചിച്ച് നോക്കി നിങ്ങൾ. നിസ്കാരത്തിന്റെ ഫർള്
ഒന്ന് നിയ്യത്ത്, ഒന്ന് നിയ്യത്താണ്. ബാക്കി തക്ബീറത്തുൽ ഇഹ്റാമും മറ്റു റുകൂഉം സുജൂദൊക്കെ എങ്ങനെ വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ചെയ്ത് കാണിച്ചു തന്നോ അങ്ങനെയായിരിക്കണം. അപ്പോഴേ അത് സ്വീകരിക്കുള്ളൂ. നിസ്കരിക്കുമ്പോൾ ഒരു അഭ്യാസിക്ക് പിന്നോട്ട് തിരിയാൻ കഴിയുമെന്ന് വിചാരിച്ചോളി. അതിന് അറബിയിൽ റുകൂഅ എന്നാ പറയാം. പിന്നോട്ട് നേരെ പിന്നാക്കം പറയാം. സർക്കസ് പഠിച്ച ആളാണ് അവൻ. അങ്ങനെ തിരിഞ്ഞാൽ നിസ്കാരാവൂല. കാല് നിലത്ത് വെക്കേണ്ട പകരം കാല് പൊക്കി പൊടിച്ചാൽ നിസ്കാരാവൂല. കാരണം ആ സുജൂദ് എങ്ങനെയാണോ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് കാണിച്ചു തന്നത് അതേപോലെ ചെയ്തെങ്കിലേ അത് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതിനൊരു റോൾ മോഡലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ജിബ്രീൽ വഹ്യ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബികൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഞാൻ നിസ്കരിച്ചത് നിങ്ങൾ കണ്ടില്ലേ, അതേപോലെ. നമ്മൾ ഗൗരവമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. പലപ്പോഴൊക്കെ നിസ്കാരമൊക്കെ നമ്മൾ പലപ്പോഴും അപ്ഡേറ്റ് അല്ല. പണ്ട് 2ാം ക്ലാസ്സിൽ മുതൽ നിസ്കരിച്ച് ശീലമുള്ള നിസ്കാരമാണ്. കൈ കെട്ടലും കാല് വെക്കലും സുജൂദിലേക്ക് പോക്കും റുക്കോയിലേക്ക് പോക്കും സ്വപ്പ് ശരിയാക്കൽ മുതൽ തുടങ്ങി. അപ്പൊ അത് റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹജ്ജും അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ മക്കത്ത് പോയാൽ പല ജാതി ഹജ്ജും കാണും. സുഡാനിയുള്ള ഹജ്ജ്, പാകിസ്ഥാനിയുള്ള ഹജ്ജ്, ബംഗ്ലാദേശുകാരെ ഹജ്ജ്, ഈജിപ്തുകാരെ ഹജ്ജൊക്കെ നമ്മൾ കാണും. പക്ഷെ നബി തങ്ങൾ പറഞ്ഞത് ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ രൂപം എന്നിൽ നിന്ന് സ്വീകരിക്കണം. നബി തങ്ങൾ ഹജ്ജ് ചെയ്തിട്ട് എങ്ങനെയാണോ കാണിച്ചു തന്നത് അങ്ങനെയായിരിക്കണം ഹജ്ജ് ചെയ്യുക എന്നതാണ്. ഇവിടെ പലപ്പോഴും നമ്മളെ ഈ കേരളക്കാരെയൊക്കെ സംബന്ധിച്ചുള്ള പ്രശ്നം, നമ്മളൊക്കെ ഒരു മദ്ഹബിൽ വളർന്നു വരികയും നമ്മുടെ ചുറ്റുപാടും മദ്ഹബിയായിട്ട് ഉള്ള ആളുകൾ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഇവിടെ വളർന്നു വന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ചെറുപ്പം മുതൽക്ക് തന്നെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇബാദത്തിൽ സ്വാധീനിച്ചു. നമ്മൾ മദ്രസയിൽ നിന്ന് ചെറിയ കുട്ടികളാവുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഒരു നിസ്കാരം. അതിനൊരു മാറ്റം അല്ലെങ്കിൽ ഒരു പഠനം നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല. ഒക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും മാറിയിട്ടില്ല പലപ്പോഴും. നമ്മളത് നല്ല കുറെ ഭേദമാണ്, മാറുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. കുറെ തീരെ ശ്രദ്ധിക്കണില്ല നമ്മളെ പൊതു സമൂഹം എന്ന് പറയുന്ന ആളുകൾ. നമ്മുടെ വീട് മാറി, വസ്ത്രം മാറി, പള്ളി മാറി, അപ്പൊ ഒക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് കുറച്ചാൽ മതി, കാറ്റൊരു ബുദ്ധിമുട്ട്. പിന്നെ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്, എല്ലാറ്റിനും മാറ്റം വന്നിട്ടുണ്ട്, പുതിയ മോഡലുകളായി മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിസ്കാരത്തിന് നമ്മൾ കൃത്യമായിട്ട് ഇതൊക്കെ പഠിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പള്ളി തന്നെ ഇപ്പൊ ഡെക്കറേറ്റ് ചെയ്തത് നല്ല പഠിച്ച് ചിന്തിച്ച് അങ്ങനെയൊക്കെയാണ്. വീടൊക്കെ ആർക്കിടെക്റ്റിനൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് വീടൊക്കെ നമ്മൾ വൃത്തിയാക്കിയത്. കാരണം ഒരു പിഴവ് പറ്റരുത്. പണ്ട് വല്ലിപ്പ കയറ്റിയ പെര അല്ല, വല്ലിപ്പ കയറ്റിയ തറവാട് പെര അല്ല ഇപ്പൊ വേണ്ടത്. അന്ന് കണ്ടിട്ടില്ല നിങ്ങള്, റൂമിലെ ഒത്ത നടുവിലൊരു വാതിലാണ് വെക്കും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ റൂം. അതൊന്നും പോരാ, ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു നമ്മളൊക്കെ.
നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മുടെ വീട് നമ്മൾ സൗകര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുള്ളൂ. ആർക്കിടെക്റ്റ്, എഞ്ചിനീയർമാര് കൃത്യമായി വരച്ച് ഉണ്ടാക്കിയ വീട്ടിലാണ്, പള്ളിയിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞു കൊടുക്കും. പക്ഷെ ഇതുപോലൊരു പഠനം ഇന്ന് നിസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ സംബന്ധിച്ചോ സുന്നത്തായ കാര്യങ്ങളെ സംബന്ധിച്ചോ നമ്മൾ നടത്തിയില്ല. വഴന്നു കേൾക്കാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ അല്ല, പ്രവർത്തനത്തിൽ നമ്മൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. വഴന്നൊക്കെ നടക്കുന്നുണ്ട്. ഇഫ്താർ ക്യാമ്പും മറ്റേ ക്യാമ്പും ആ ക്യാമ്പും ഈ ക്യാമ്പൊക്കെ ഇട്ട് കണ്ടമാനം വഴന്നും പ്രസംഗമൊക്കെ നടക്കും. പക്ഷെ ഇബാദത്തുകള് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച പോലെയാണോ നമ്മൾ നിർവഹിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ പല രൂപത്തിലും ചിന്തിക്കാറില്ല. റസൂലുള്ളാഹി കൈ കെട്ടിയ പോലെ നിസ്കാരത്തിൽ കൈ കെട്ടുന്നുണ്ടോ? റസൂലുള്ള പറഞ്ഞ ദിക്റുകൾ അതുപോലെ ചൊല്ലുന്നുണ്ടോ? അതെ, അത് അധികമാകുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ മദ്ഹബിന്റെ ആളുകളുടെ കൂട്ടത്തിലൊക്കെ നമ്മൾ ജീവിച്ചത് കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. വാജിബാണ്, ചില കാര്യം വാജിബാണ്. അതെന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും വാജിബ്. സുന്നത്ത്, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും സുന്നത്ത്. ജായിസ്, ചെയ്താലും ചെയ്തില്ലെങ്കിലും ശിക്ഷയോ രക്ഷയോ ഇല്ലാത്തത് ജായിസ്. ഫർള്, ചെയ്യൽ നിർബന്ധമായ കാര്യം. മുസ്തഹബ്, നല്ല കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. മനസ്സിലായില്ലേ? ഇത് ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ മസ്അലകൾക്ക് വേണ്ടിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് കൊടുത്തിട്ടുള്ള ചില കോഡുകൾ മാത്രമാണ്. മനസ്സിലായില്ലേ? ചില കോഡുകളാണ്. ആ കോഡുകൾ തന്നെ പല പണ്ഡിതന്മാർക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ ഷാഫിഈ മദ്ഹബിൽ വാജിബ്, സുന്നത്ത് എന്ന് പറയുമ്പോൾ ഹനഫി മദ്ഹബിൽ ഫർള്, വാജിബ്, സുന്നത്ത് അങ്ങനെയായി മാറും. അപ്പൊ നമ്മളെ ഷാഫിഈ മദ്ഹബിൽ അബ്ആദ് സുന്നത്ത്, ഹയ്യാത്ത് സുന്നത്ത്, 2 സുജൂദ് ചെയ്താൽ പരിഹരിക്കുന്ന ഇടയിൽ അത്തഹിയ്യാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേറെ വകുപ്പിൽ പെടും. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ പറയുമ്പോ, ചില സുന്നത്തിന്റെ കാര്യത്തിൽ പറയുമ്പോ നമ്മൾ പറയും അതൊരു സുന്നത്തല്ലേ. അവിടെയാണ് പ്രശ്നം. അതൊരു സുന്നത്തല്ലേ, അത്രയല്ലേ ഉള്ളൂ, അത് സുന്നത്തല്ലേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സമീപനമാണ് നമുക്കെപ്പോഴും അപകടം ഉണ്ടാക്കുന്നത്. പൂർവികരായ പണ്ഡിതന്മാരുടെ നിലപാടെടുക്കുന്ന സലഫികളായ നമ്മൾ യഥാർത്ഥത്തിൽ സുന്നത്ത് എന്ന് പറയുമ്പോ അത് ആ സുന്നത്തല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഏത് സുന്നത്ത്? ഷാഫിഈ ഇമാമോ ഹനഫി ഇമാമോ പറഞ്ഞിട്ടുള്ള സുന്നത്തല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാക്കിനാലോ പ്രവർത്തനത്തിനാലോ അംഗീകാരത്താലോ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിനാണ് സുന്നത്ത് എന്ന് പറയുന്ന ധാരണയിലേക്ക് ആദ്യം നമ്മൾ എത്തണം. അതാണ് സുന്നത്ത്. ഞാൻ പറയണ സുന്നത്ത് അതാണ്. സുന്നത്തിനോടുള്ള നിലപാട് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു കാര്യം റസൂലുള്ള പറഞ്ഞു എന്ന് സ്ഥിരപ്പെടുകയാണ്. അല്ലെങ്കിൽ റസൂലുള്ളാന്റെ അടുത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. യഥാർത്ഥത്തിൽ ഇതിനെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്താണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നതിലെ സുന്നത്ത്. ഫിഖ്ഹിലെ ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞ സുന്നത്തല്ല അത്.
ആ സുന്നത്താണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ സുന്നത്താണ് ഖുർആനും സുന്നത്തും. ഇത് കേട്ടിട്ടുണ്ടാവും, ഖുർആനും സുന്നത്തും. ഖുർആൻ കഴിഞ്ഞാൽ സുന്നത്ത്. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോ നബിയെ നിങ്ങളെ അവർ വിധികർത്താവാക്കണം. സുമ്മ ലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമ. അതാണ് സുന്നത്തിനോടുള്ള നിലപാടിന്റെ ചുരുക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സഹീഹായ ഹദീസ് കൊണ്ട് ബോധ്യമായാൽ പിന്നെ അത് ജീവിതത്തിൽ പകർത്താൻ ഒരു തടസ്സവും നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഖുർആനിനെ പോലെ തന്നെ സുന്നത്തും നിലനിൽക്കും എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, ഒമാ അർസൽനാക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, നിങ്ങളെ ഞാൻ നിയോഗിച്ചത് ഇല്ലാ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം എന്നാണ്. അവർക്ക് വേണ്ടി ഇറക്കപ്പെട്ട ഖുർആൻ അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ വിവരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വിവരിക്കുന്ന ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാണ് വിവരിക്കപ്പെടുന്നത്. ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്, ഇറക്കിയത്, ഞാനാണ് ഖുർആനിനെ സംരക്ഷിക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുള്ള ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സംരക്ഷിക്കുന്നുവെങ്കിൽ ആ ഖുർആനിനെ വിശദീകരിക്കുന്ന സുന്നത്തും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സംരക്ഷിക്കും എന്നർത്ഥം. മനസ്സിലായില്ലേ? അതാണ് സുന്നത്ത് സംരക്ഷിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സുന്നത്തുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. കൃത്യമായിരുന്നു സഹാബത്തിന്റെ വീക്ഷണങ്ങൾ. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കി, നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങൾ മരിച്ചു കിടക്കുമ്പോ തലയിലെ നരച്ച മുടികൾ വരെ സഹാബികൾ എണ്ണിയിട്ടുണ്ട്. ഇത്ര മുടി നമ്മളാരെങ്കിലും അങ്ങനെ ചെയ്യോ? എത്ര സ്നേഹമുള്ള ആളുകളും ചെയ്യോ? നബി മരിച്ചു കിടക്കുമ്പോ നബിയുടെ തലയിൽ ഇത്ര നരച്ച മുടികൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സഹാബത്തുകൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഖുർആൻ നിലനിൽക്കുമെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് വിശദീകരിക്കുന്ന വിശദീകരണവും നിലനിൽക്കണം. അങ്ങനെ അല്ലാഹു തആല ഖുർആൻ സംരക്ഷിച്ചുവെങ്കിൽ സുന്നത്തും സംരക്ഷിക്കണം. അതാണ് അൽ ഖുർആനു വസ്സുന്ന എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സുന്നത്ത് ബിദ്അത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. സുന്നത്ത് ബിദ്അത്ത് അതും ഏത് സുന്നത്താണ്? ഷാഫി ഇമാമോ ഹനഫി ഇമാമോ പറയുന്ന സുന്നത്തല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു എന്ന് സ്ഥിരപ്പെട്ട കാര്യം, എത്ര നിസ്സാരമാണെങ്കിൽ പോലും അത് ബാത്റൂമിൽ പോകുമ്പോൾ ഇടത്ത് കൈകൊണ്ട് ശുചീകരിക്കുന്നത് മുതൽ തുടങ്ങിയിട്ട് ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള പ്രാർത്ഥന മുതൽ തുടങ്ങി ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ഉറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങനെ ഓരോ കാര്യവും അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെടുക. നബിതങ്ങളിൽ നിന്ന് സ്ഥിരപ്പെടാത്ത ഒരു കാര്യം അത് നബിതങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന നിലക്ക് അതിനൊരു കൂലിയുണ്ട്, പ്രത്യേകമായ പ്രതിഫലം റബ്ബ് തരും എന്ന നിലക്ക് ഒരാൾ ചെയ്താൽ
അത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിനാണ് ബിദ്അത്ത് എന്ന് നമ്മൾ പറയാം. ശരിയല്ലേ? നല്ല കാര്യങ്ങൾ. ഇപ്പൊ ഒരു 1-ാം നമ്പർ ദുആ, അർത്ഥവത്തായ ഒരു ദുആ, ഇല്ലെങ്കിൽ 1-ാം നമ്പർ നിസ്കാരം, അല്ലെങ്കിൽ ഒരു ഉംറ, എന്തോ ആവട്ടെ. പക്ഷെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഒരു മാതൃകയില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക്കിനെ പോലെയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞത്, ദീനിന്റെ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി നമ്മെ വഞ്ചിച്ചു എന്ന് അള്ളാഹിനോട് പറയലാണ്, അല്ലെങ്കിൽ മനുഷ്യരോട് പറയലാണ് എന്നാണ്. ആലോചിച്ചു, നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ഒരു റിപ്പോർട്ടിൽ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിലൊക്കെ ഇമാമ് പ്രാർത്ഥിക്കുക, ഇമാമിന് ശ്വാസം മുട്ടുമ്പോൾ മൗമൂം ആമീൻ പറയുക എന്ന ഒരു സമ്പ്രദായം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഉസ്താദ് ഇത് തന്നെ ചെയ്യുന്നുവെങ്കിൽ ആ ഉസ്താദ് രഹസ്യമായി പറയുന്നത്, ഞാനൊക്കെ മുഹമ്മദ് നബിയേക്കാൾ എത്രയോ ഉത്തമനാണ്, ഇത്ര നല്ലൊരു പരിപാടി ഉണ്ടായിട്ട് മുഹമ്മദ് നബി ഇത് പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അന്ന റസൂല ഖാന റിസാല, അള്ളാഹുവിൽ നിന്ന് നമുക്ക് എത്തിച്ചു തരേണ്ട ഇത്ര നല്ല ഒരു പുണ്യകാര്യം അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ വേണ്ടി വന്നു എന്ന് രഹസ്യമായി മറ്റുള്ളവരെ ബോധിപ്പിക്കലാണ് എന്നാണ് ഇമാമുകൾ പറഞ്ഞത്. അതുകൊണ്ട് ഹദീസിലൊരു കാര്യം സ്ഥിരപ്പെട്ടാൽ, നബി തങ്ങൾ പറഞ്ഞു എന്ന് ബോധ്യമായാൽ, സുമ്മലാ യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, ആ തീരുമാനത്തിൽ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയാൻ പാടില്ല. അത് കഴിച്ചേ പറ്റൂ. ഇടത്തെ കൈ കൊണ്ട് മലവിസർജനം ചെയ്ത വൃത്തിയാക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റൂല, എനിക്കത് വലത്തെ കൈ കൊണ്ട് തന്നെ വേണം പറയാൻ പാടില്ല. ഹർജ് പാടില്ല. വയുസല്ലിമു തസ്ലീമ, അവരത് കൃത്യമായിട്ട് അംഗീകരിക്കുന്നതാണ്. അത് നോക്കുമ്പോൾ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് കൃത്യമായിട്ട് അംഗീകരിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് അതെന്താകേണ്ടത്, അത് സുന്നത്തായി പ്രവാചകനെ പിൻപറ്റുന്ന ആളായിട്ട് ലാ യുമിനൂൻ, ഈമാൻ ഉണ്ടാവില്ല എന്നാണ്. ഈമാനുള്ള ആളുടെ ലക്ഷണമാണ് അത് എന്നാണ്. ഇല്ലെങ്കിൽ ഈമല്ല. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ അതൊരു പ്രയാസമാണ്, ഈ ഗ്ലാസ് എടുത്തിട്ടിപ്പോ വലത് കൈ കൊണ്ട് കുടിച്ചാല് ഹോട്ടലുകാരൻ എന്താ വിചാരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് വലത്തെ കൈ ഒഴിവാക്കി ഇടത്തെ കൈ കൊണ്ടാ കുടിക്കണമെങ്കിൽ അവന് ഈമാനില്ല. കണ്ടോ? ഫലായുമിനൂൻ, നബിന്റെ തീരുമാനത്തിന് എതിർ മനസ്സിൽ പ്രയാസമില്ലാതെ ഈ ഒരു തീരുമാനം അംഗീകരിക്കാൻ അവൻ തയ്യാറായില്ല. മനസ്സിന് പ്രയാസം ഉണ്ടായി, അതുകൊണ്ട് ഫലായുമിനൂൻ, അവന് തീരുമാനില്ല. അതങ്ങനെ ആലോചിക്കൂ. സഹാബത്തിന്റെ ഒരു ചരിത്രങ്ങൾ നിങ്ങൾ എടുത്താൽ അങ്ങനെയാണ് അനുധാവനം ചെയ്തിരുന്നത്. ആര്? സഹാബത്ത് നബിയെ പിൻപറ്റിയിരുന്നത് അങ്ങനെയായിരുന്നു എന്നാണ്. ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. 2-3 ഉദാഹരണങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ്, മൻ സ്വല്ല സിന്തൈ അശറ റക്അ, ഒരാള് 12 റക്അത്ത് രാവും പകലുമായിട്ട് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവനൊരു വീട് വെച്ചു കൊടുക്കുന്നു. ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, അങ്ങനെയാണല്ലോ ഹദീസ് ഉദ്ധരിക്കുക. നബി എന്ന് ഒരാൾ കേട്ടു, ഒരാൾ കേട്ടു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. എന്തുണ്ടായി? ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്, നബിയിൽ നിന്നും ഈ 12 റക്അത്ത് നിസ്കരിക്കുക എന്ന ഹദീസ് കേട്ടതിന്റെ ശേഷം മാ തറക്തുഹാ മുൻദു അൻ സമിഅതുഹാ മിൻ റസൂലില്ലാഹ്,
റസൂലുള്ളാഹിനെ കേട്ടതിന്റെ ശേഷം ഒരിക്കലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് സുന്നത്തിനുള്ള നിലപാട്. അപ്പൊ നമ്മളൊക്കെ എത്ര വയല്, എത്ര സുന്നത്ത്, എത്ര വയലാണ് നമ്മളൊക്കെ കേൾക്കുന്നത്, എത്ര പ്രസംഗങ്ങളാണ്, എത്ര ക്ലാസ് ആണ്. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ റസൂലുള്ളാഹിൽ നിന്ന് ആ മൗലവി പറഞ്ഞ ഒരു കാര്യം റസൂലുള്ള ചെയ്തു എന്ന് എനിക്ക് ബോധ്യമായതിന്റെ ശേഷം ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ശ്രോതാക്കളെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? 12 റക്അത്ത് അറിയില്ലേ? റവാത്തിബ് സുന്നത്ത്. സുബഹിന്റെ മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2. 12 റക്അത്ത്. ഈ 12 റക്അത്ത് പിന്നെ നമ്മളെന്താ പറയാ? ഫർദ് നിസ്കരിച്ചിട്ട് പോവുക, അത് സുന്നത്തല്ലേ? കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷാഫി ഇമാമിന്റെ പറഞ്ഞത്. അത് സുന്നത്തല്ലേ? ചെയ്താ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയല്ല. കഴിച്ചില്ലേ, മൂടും തട്ടിപ്പോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്തായിരിക്കും നിലപാട് എന്ന് മനസ്സിലാക്കണം. ഈ ഹദീസ് ഉമ്മു ഹബീബയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അംബസ റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അംബസ റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമഅ്തുഹാ മിൻ ഉമ്മി ഹബീബ. ഉമ്മു ഹബീബ ഇത് പറയുന്നതിന്റെ ശേഷം ഞാൻ ഒരിക്കലും ഇത് ഒഴിവാക്കിയിട്ടില്ല. ആര്? അടുത്ത റാവി. അതിന്റെ അടുത്ത റാവി അംറു ഇബ്നു ഔസ് തൊട്ടടുത്ത് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഹദീസ് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അംറു ഇബ്നു ഔസ് പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമഅ്തുഹാ മിൻ അംബസ. അംബസയിൽ നിന്ന് ഇത് കേട്ടതിന് ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 3 സഹാബികളും നബി അത് പറഞ്ഞപ്പോ പിന്നെ അത് ജീവിതകാലം മുഴുവനും ഒഴിവാക്കിയിട്ടില്ല. ഇത്ര സൂക്ഷ്മതയോടുകൂടെയാണ് സുന്നത്തുകളെ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ചെയ്താൽ കൂലിയുണ്ടോ? കൂലിയുണ്ട്. കൂലില്ല, കൂലിയുണ്ട്. ഒഴിവാക്കിയ ശിക്ഷ ഉണ്ടോ? ഒഴിവാക്കിയ ശിക്ഷ. അങ്ങനെയല്ല, ആ നിലപാടല്ല. ഇനി നോക്കൂ, ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി ഇരിക്കുമ്പോ അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ വന്നിട്ട് അവരുടെ നടുവിൽ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. നിങ്ങൾ ഉറങ്ങാൻ ചെയ്തിരുന്നു, അന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഖാദിമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, വൃത്തിനൊക്കെ ചോദിച്ചു. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ രാത്രി കിടക്കുമ്പോൾ ഒരു സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 34 വട്ടം നിങ്ങൾ ചൊല്ലിയിട്ട് കടന്നാൽ മതി എന്ന് പറഞ്ഞു. നബി പോന്നു. പിന്നെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി മാ തറക്തുഹാ മുൻദു അൻ സമഅ്തുഹാ മിൻ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതിന്റെ ശേഷം, ഇതാണ് നമ്മുടെ വയലേക്കളും വല്ല വയലേക്കളും വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് കേട്ടതിന്റെ ശേഷം രാത്രി ഞാൻ ഇത് ഒഴിവാക്കിയിട്ടേയില്ല. അതൊരു നിലപാടാണ്. അത് സുന്നത്താണ്, സ്ഥിരപ്പെട്ടു. അല്ലാതെ ചെയ്താൽ കൂലി, ഒഴിവാക്കി അത് കുഴപ്പമില്ല, സുന്നത്തല്ലേ, നമുക്ക് പോവാം. അങ്ങനെയല്ല, അത് ചെയ്തു എന്നുള്ള ജീവിതത്തിൽ അത് പകർത്തി എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ്, ഒരു പണിയായിരുന്നു. സുബഹിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ അവിടെ ഇരിക്കും. നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ സ്വപ്നം കണ്ടവരൊക്കെ സ്വപ്നം വന്ന് പറയും. നബി തങ്ങള് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും, വഹയിന്റെ അടിസ്ഥാനത്തിലാട്ടോ. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം, ഞാനൊരു സ്വപ്നം കണ്ടു. ചുരുക്കി പറഞ്ഞാൽ 2 മലക്കുകൾ എന്നെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എനിക്ക് നരകം കാണിച്ചു തരും. ഞാൻ ആകെ ഭയന്നു നരകം കണ്ടപ്പോൾ. അപ്പൊ വേറൊരു 3ാമത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, അന്ത ലസ്ത മിൻ അഹ്ലി, നീ അത് പെട്ടതല്ല, നീ ഇതെല്ലാം അതിൽ പോവില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ ഞെട്ടി ഉണർന്നു. നബിയോട് പറയാനൊരു വിഷമം സഹോദരിയോട് പറഞ്ഞു, ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, സ്വപ്നം വ്യാഖ്യാനിക്കാതിരിക്കുമ്പോ പറഞ്ഞ്, അബ്ദുള്ള ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ നബി പറഞ്ഞ്, നിഅമർ റജുലു അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. ലൗകാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രി നിസ്കാരം തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് പറയാണ്. അതിന്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹാ മുൻദു അൻ സമഅ്തുഹാ മിൻ റസൂലില്ലാഹ്.
റസൂലുള്ള അത് പറഞ്ഞതിന്റെ ശേഷം ഞാൻ ഒരിക്കലും രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. രാത്രി നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ളതാണ് നോമ്പിന്. പല പള്ളികളിലും ഓരോ ദിവസം ചെല്ലും തോറും സഫുകൾ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ അവസാനം 25 വരുമ്പോ ആരും ഉണ്ടാവില്ല. അപ്പൊ കച്ചവടം കൂടും. പിന്നെ ആദ്യം കുറെ എടുക്കാൻ പോവുക, പിന്നെ എടുത്തത് മാറ്റാൻ പോവുക, ഇങ്ങനെ നടന്ന് അങ്ങനെ അങ്ങാടിക്കിറങ്ങും നമ്മളൊക്കെ. അപ്പൊ നിസ്കാരം ഒഴിവാക്കാൻ പറയാം. അത് നബി അത് പറഞ്ഞത് അബ്ദുള്ള സ്വപ്നം കണ്ടപ്പോ മനസ്സിലായി കാര്യം പറഞ്ഞു എന്നാണ്. ഇത് കൃത്യമായിട്ട്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു എന്തിനപ്പോ നമ്മൾ മക്കത്ത് പോയ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും അറിയണ കാര്യം, നിങ്ങൾക്ക് അറിയണ്ടാവും. കല്ലിനെ ചുംബിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കല്ലിനോട് പറയാൻ, എനിക്കറിയാം നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു എന്നാണ്. എന്തിനാ ഹജറുൽ അസ്വദ് ചുംബിക്കണത്? അതൊരു കല്ലാണ്. ഇന്നി അഅലം അന്നക ഹജർ, കല്ലാണ്, കേവലം ഒരു കല്ല് മാത്രം. എന്ത് പുണ്യം കിട്ടാനാ അയിമ ചുംബിക്കണത്? സുന്നത്ത് എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാക്കാൻ. അല്ലാതെ ഹജറുൽ അസ്വദ് ചുംബിച്ച പ്രത്യേക പുണ്യം ഉണ്ടെന്ന് എവിടെയില്ല. അത് ഹജ്ജിന്റെ ഒരു കർമ്മത്തിൽപ്പെട്ടതാണ്. എന്തിന് ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ, അതിനാണ് ചുംബിക്കുന്നത് എന്നാണ്. അബൂ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സ്ഥിരപ്പെട്ടാൽ, അത് സഹാബികളുടെ നിലപാടാണ്. ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കാം. നബിയുടെ വാക്കിനും പ്രവർത്തിക്കും എതിര് ചെയ്താലോ? എതിര് ചെയ്താൽ അതിനെ നബി തങ്ങൾ തന്നെ എതിർത്തിട്ട്. നിങ്ങൾ ആലോചിച്ചു, എത്ര നല്ല കാര്യങ്ങളായിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല തീരുമാനങ്ങളായിരിക്കും. ഇപ്പൊ നബിന്റെ അടുത്ത് 3 ആള് വരിക, നബിന്റെ അടുത്ത് 3 ആള് വരിക. എന്നിട്ട് ആയിഷ ബിയോട് അന്വേഷിക്കുകയാണ്, ആയിഷ ബിയുടെ വരുന്നത് ഒക്കെ അന്വേഷിക്കുക, എങ്ങനെയുണ്ട് നബിയുടെ നിസ്കാരമൊക്കെ ഒന്ന് പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ നബി ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് കേട്ടപ്പോ ഇവർക്ക് തോന്നല്, നമ്മളിപ്പോ അത്രയൊന്നും പോരാ, നമുക്ക് അത്രയൊന്നും ഇല്ലല്ലോ, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണുള്ളൂ. അതുകൊണ്ട് ഒരു തീരുമാനമാണ്, ഞാൻ ഇനി രാത്രി ഉറങ്ങുന്നല്ല, ഒരു തീരുമാനം. ഇബാദത്ത് ചെയ്യുന്നു. മറ്റേയാള് ഞാൻ ഇനി കല്യാണം കഴിക്കൂല, എല്ലാം കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ഉണ്ടായ ഇബാദത്തിന് ബുദ്ധിമുട്ടാണ്. മറ്റേയാള് ഞാൻ ഭക്ഷിക്കൂല, പകല് ഭക്ഷിക്കൂല, ഫുൾ ടൈം നോമ്പ്. നല്ല തീരുമാനമല്ലേ? നിങ്ങൾ ആലോചിച്ചോക്കെ. ഇപ്പൊ നമ്മളൊക്കെയാണ് നമ്മൾ സമ്മാനം കൊടുക്കും, ഒരു അവാർഡ് എന്തൊരു ചിത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് അവനക്ക് കൊടുക്കും. രാത്രി മുഴുവൻ നോമ്പ്, പകല് മുഴുവൻ നോമ്പ് വെക്കുന്ന കുട്ടി, കല്യാണം കഴിക്കാതെയും കൂടി ഇബാദത്ത് ചെയ്യുന്ന ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് നബി ഉടനെ തന്നെ എന്തെങ്കിലും ചോദിച്ചറിഞ്ഞ് ഒലിങ്ങനെയൊക്കെ പറഞ്ഞ് വേണ്ട വിളിക്കാൻ പറഞ്ഞ് എല്ലാരെയും വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാന് വല്ലാഹി ഇന്നി ലഅഖ്ശാകും വഅത്ഖാകും ലില്ലാഹ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എത്ര നല്ല ആളായിട്ടും കാര്യമില്ല പറഞ്ഞേ, എത്ര കാര്യങ്ങൾ സാധനം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞത്. നബി പറയാ, ഞാൻ നിങ്ങളെക്കാൾ ഭയഭക്തിയുള്ള ആളാണ്, നിങ്ങളെക്കാൾ വലിയ മുത്തഖിയാണ്. അതുകൊണ്ട് ഞാൻ നോമ്പ് വെക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിൽ നിന്നൊരാള് എതിര് പ്രവർത്തിച്ചാൽ, വെറുത്താൽ, എന്റെ സുന്നത്തിനെ ഒരാൾ വെറുത്താൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. ചെയ്താൽ കൂലിയുള്ളവും ഉപേക്ഷിച്ചതല്ല. എന്റെ സുന്നത്തിന് ഒരാൾ എതിരായാൽ, എല്ലാം പ്രവാചകന്റെ സുന്നത്താണ്. തുണി ഞെരിയാണിക്ക് മുകളിൽ എടുക്കണം, അതിനെതിരായാൽ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല. വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എണ്ണിപ്പെട്ടവനല്ല, നമ്മുടെ ചര്യ ആചാരങ്ങളിൽപ്പെട്ടവനല്ല, നമ്മൾ കൂട്ടിക്കൊടുത്തപ്പെട്ടവനല്ല. എത്ര ഗൗരവത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ എത്ര സുന്നത്തിനെതിരായിട്ട് എത്ര നല്ല തീരുമാനം നമുക്ക് നന്നായി തോന്നുന്നുവെങ്കിലും, പ്രവാചകന്റെ സുന്നത്തിനെതിരാണോ എങ്കിൽ ഫലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. ഇതൊക്കെയാണ് അവർ ഗൗരവമായിട്ട് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹജ്ജിന് പോയവർക്കറിയാം, റംല് നടത്തുന്നുണ്ട്. റംല് നടത്തുന്ന അതിന് പറയാം, റംല്. ഈ ഏറ്റലേറൊക്കെ നടക്കൂലേ, വലിയ സാധനങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടുപോകുമ്പോ ഓടുമല്ല നടക്കുമല്ലാത്ത ഒരു നടത്തം. ഇത് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തൊരു കാര്യം കേട്ടോ. എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയാം, എന്തിനാണ് അങ്ങനെ നടന്നത്? അത് ഉംറത്തുൽ ഖളാ എന്ന് പറയും. ഹുദൈബിയ സന്ധി കഴിഞ്ഞിട്ട് രണ്ടാമത് ഉംറ ഖളാ വീട്ടാൻ വന്നല്ലോ, ഉംറത്തുൽ ഖളാ. ഫതഹ് മക്കന്റെ മുമ്പ് ഉംറത്തുൽ ഖളാ. ഉംറത്തുൽ ഖളാഇന് ഇവര് വന്നപ്പോ അവര് വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അപ്പൊ ഇപ്പുറത്ത് ശത്രുക്കൾ ആരോ പറഞ്ഞു കേട്ടു, കണ്ടോ ഒക്കെ ക്ഷീണിച്ച് അവശരായിട്ട് വന്നിക്കാണ്, ഒരു ജീവല്ലാത്ത ആൾക്കാര്. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, അതാണ് ശക്തി പ്രകടനം. ശക്തി കാണിക്കേണ്ടയിടത്ത് നമ്മൾ ശക്തി കാണിക്കേണ്ടി വരും. അവിടെ അയഞ്ഞാങ്കോഞ്ഞായി നിൽക്കാൻ പാടില്ല. അപ്പോ ഒരു ക്ഷീണിച്ചു വന്നിക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, നിങ്ങളുടെ ക്ഷീണം ഒരിക്കലും നിങ്ങൾ പ്രകടിപ്പിക്കരുത്. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കരുത്, അതിനുള്ള അവസരമല്ല ഇത്. നിങ്ങൾ നല്ല ശക്തിയുള്ള ആളുകളെ പോലെ ഇങ്ങനെ നടക്കണം. അതാണ് തവാഫുൽ ഖുദൂമിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ നടക്കും, അല്ല ആരോഗ്യമൊക്കെ ഉള്ള പോലെ ഇങ്ങനെ നടക്കും. നമ്മൾ ഈജിപ്തുകാർ പോലൊക്കെ ഊടിനാണ് ഇതിലൊക്കെ ഒക്കെ ഇങ്ങനെ വലിച്ച് നടക്കും. അതാണ് റംല് നടത്തുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, ഇപ്പൊ നമ്മള് അമിന്ന, ഇപ്പൊ നമ്മൾ നിർഭയരാണ്. ഇപ്പൊ നമ്മൾ ഉംറക്ക് പോകുമ്പോ ആരും പറയാൻ നിൽക്കുന്നില്ല അവിടെ ക്ഷീണിച്ചിക്കണ്, പിന്നെ വയസ്സായിക്കണം, ആരും ഒന്നും പറയില്ല. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കിയാലോ ഒരു ചർച്ച ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഒഴിവാക്കിയാലോ, ഈ റംല് നടത്തം ഒഴിവാക്കിയാലോ എന്ന ചർച്ച. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാഹി മാ നത്രുക്കുഹ മാ ഫഅല റസൂലുള്ളാഹ്, ഒരിക്കലും റസൂലുള്ള ചെയ്ത ഒരു കാര്യമാണ്, അത് ഞാൻ ഒഴിവാക്കൂല. എല്ലാരെയും പഠിപ്പിച്ചു. റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് ഏത് ലക്ഷ്യത്തിനാവട്ടെ അള്ളാന്റെ റസൂൽ അത് ചെയ്തോ എങ്കിൽ ഞാൻ അത് ഒഴിവാക്കുകയില്ല. അങ്ങനെ റംല് നടത്തം ഇപ്പോഴും അത് സുന്നത്താണ്. നമ്മൾ ചെയ്യല്ലോ, ഇപ്പോഴും നമ്മൾ ഹജ്ജിന്റെ ക്ലാസ്സൊക്കെ പറഞ്ഞു സുന്നത്താണ്. അവര് കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയും. സുന്നത്ത് അംഗീകരിക്കാത്തവരോട് കർശന നിലപാട് സ്വീകരിക്കും. നമ്മളെ പോലെ സുന്നത്തിനോടൊക്കെ ഇപ്പം യൂട്യൂബ് ഇതൊക്കെ എടുത്തു നോക്കിയാല് സോഷ്യൽ മീഡിയയിലൊക്കെ ഹദീസിനെ പരിഹസിക്കുക, ഹദീസിനെ കളിയാക്കുക, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പുണ്ടാക്കുക, അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവരങ്ങനെയല്ല. അബ്ദുല്ലാഹി ബിൻ മുഗഫൽ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം ഒരാളോട്, തന്റെ മകനോടൊന്നും പറയേണ്ടി ചിലപ്പോൾ, ഒരു പക്ഷിയെ ഇങ്ങനെ ഈ അറബികൾക്ക് മുടിച്ച് ഇങ്ങനെ മുടിക്കും, ഹദഫ് എന്ന് അതിനെ പറയാം. ഒരു കല്ല് ചൂണ്ടാണി വരലും വെച്ചിട്ട് ഇങ്ങനെ മുടിക്കും. അപ്പൊ അതിന്റെ മേലെ പോയി തട്ടും. അങ്ങനെ ഇയാൾ കാട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞു, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജീവിയെയും അങ്ങനെ കല്ല് മുടിച്ചിട്ട് ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. കാരണം അത് ഇതിനെ വേട്ടയാടാൻ നമുക്ക് കിട്ടൂല, പക്ഷേ നമുക്ക് കിട്ടൂല, കിട്ടിയാൽ നമുക്കതിനെ കറി വെച്ച് കഴിക്കാം. അത് തഖ്ഫഉൽ ഐൻ, അത് കണ്ണ് പൊട്ടിക്കും, അല്ലെങ്കിൽ കൈയൊടിക്കും, കാലൊടിക്കും. അതുകൊണ്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് വിഷയം. അതാണ് ഹദീസിനോടുള്ള നിലപാടാണ്. ഒരു കാര്യം സുന്നത്താന്ന് പഠിപ്പിച്ചു കൊടുത്തു, ചെയ്യാൻ പാടില്ല പഠിപ്പിച്ചു. പിന്നെയും ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോ ആ മനുഷ്യൻ ഇതേപോലെ ചെയ്യുന്നുണ്ട്, കല്ല് വെച്ചിട്ട് പക്ഷിനെ ഇങ്ങനെ മുടിച്ച് അടിക്കും. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നിനക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്, നീ വീണ്ടും അത് തന്നെ ചെയ്യുന്നു, അതുകൊണ്ട് ഫലൻ ഉകല്ലിമക അബദാ, ഇനി ഞാനും നീയും തമ്മിൽ മുണ്ടൂല. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തന്ന സുന്നത്ത് നിങ്ങൾ പ്രാവർത്തികമാക്കണില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി എന്തില്ല, ബന്ധമില്ല. ഇതായിരുന്നു സഹാബത്തിന്റെ സുന്നത്തിനോടുള്ള നിലപാട്. കുറേ സമയമല്ല, അതുകൊണ്ട് ചുരുക്കി പറയാം. സുന്നത്ത് വേറെയും ചില സുന്നത്തുകളൊക്കെ ഉണ്ട്, പറയുമ്പോൾ പറയേണ്ട കാര്യം, ചില വിഭജനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതൊക്കെ ചെയ്യണോ? ഇത് ശരിക്ക് പഠിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോ കുറച്ചുകൂടി ഒരു ആടിനെ നോക്കുക സുന്നത്ത്, ആടിനെ നോക്കിയിട്ട്
ആടിനെ നോക്കി, നബി ആടിനെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആടിനെ നോക്കിയ സുന്നത്ത് അത് ചെയ്താൽ കൂലിയുള്ള അതുമല്ല, അത് അതിന്റെ എക്സ്ട്രീമാണ്, അതിന്റെ മേലെയാണ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുക, ഈത്തപ്പഴം തിന്നുക, ഇങ്ങനെ കുറെ സുന്നത്തുകൾ 2-3 ഐറ്റംസ് പോയി അവന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. സുന്നത്ത് എന്ന് പറഞ്ഞാല് ജിബില്ലിയ ഉണ്ട്, ആ സുന്നത്തുൽ ജിബില്ലിയ കൃത്യമായി നമ്മൾ പഠിക്കണം. ആ സുന്നത്തുൽ ജിബില്ലിയ സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ് എന്നാണ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിയുടെ ഡ്രസ്സ് എന്തായിരുന്നു? നബിയുടെ ഡ്രസ്സ് നമ്മൾ ഇന്ന് ധരിക്കുന്ന ഇഹ്റാമിന്റെ ഡ്രസ്സായിരുന്നു എന്നാണ്. ഒപ്പം ഇമാമത്ത് ഉണ്ടാവും, തലയെക്കെട്ടുണ്ടായിരുന്നു എന്നാണ്. ഇഹ്റാമിന്റെ ഡ്രസ്സ് ഒരു തുണി, റിദ, ഇസാറ് റിദ, തുണി മുണ്ടുമായിരുന്നു നബിന്റെ വേഷം. അപ്പോ ആ വേഷം ധരിക്കൽ സുന്നത്താണോ? അത് സുന്നത്തല്ല. സഹാബികൾ പല സ്ഥലത്തും പിന്നെ പോയിട്ടുണ്ട്. അവരൊക്കെ ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. ഇബ്നു ബാസ് ഒക്കെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ബാസിനോട് തലയെക്കെട്ട് കെട്ടിന്റെ നാട്ടിൽ തലയെക്കെട്ടുന്ന പതിവില്ല, തലയെക്കെട്ട് കെട്ടി നടക്കൽ സുന്നത്താഴ്ച ഇബ്നു ബാസ് പറഞ്ഞ എന്താ അറിയോ? പറ്റൂല എന്നാണ്. സാധാരണക്കാരിൽ ഒരാളായി ജീവിക്കണം എന്നതാണ്, അതാണ് സുന്നത്ത്. ആഭാസകരമായ വസ്ത്രം ധരിക്കണ്ട. നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഡ്രസ്സ് ഇടേണ്ടത് എന്നതാണ്. എന്താ ഹദീസ് അദ്ദേഹം തെളിവ് പറഞ്ഞ എന്താ അറിയോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ദൂരെ നിന്ന് ആളുകൾ വരും, രാജാക്കന്മാരും പ്രജകളും വകുപ്പ് ആ നേതാക്കന്മാരൊക്കെ വരും. കൂട്ടത്തിൽ നബിയെ തിരിച്ചറിയില്ല, കൂട്ടത്തിൽ നബിയെ തിരിച്ചറിയില്ല. അപ്പൊ ചോദിക്കും, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് ഇങ്ങനെ ചോദിക്കുന്ന. അവ എല്ലാവരും ഒരേപോലെയാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് സമൂഹത്തിൽ ഒരാളായി നടന്നാൽ മതി എന്നാണ്. സമൂഹത്തിൽ ഒരാളായി നടന്നാൽ മതി. വൃത്തിയട്ട വേഷം ധരിക്കാൻ പാടില്ല. ഇപ്പൊക്കെ നമ്മൾ ആളുകൾ ഇങ്ങനെ എന്തൊക്കെയാണ് മാക്സവനോ എന്തൊക്കെയാണ് ഒരു ബർമുടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തൊടയൊന്നും മറക്കാതെ, അത് ഔറത്തും കൂടി മറക്കാതെ ഒരു ബർമുട, ഒരു ട്രൗസർ, അതൊരു കൾച്ചർ ആയിക്കണം. ഇപ്പോ നമ്മളെ ബംഗാളികളൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോ എല്ലാ കൾച്ചർ കുറെ നമുക്കും കിട്ടി. നമ്മൾ എന്തിൻ്റെയും ഒന്ന് സാമ്പിൾ നോക്കും. ആഭാസകരമായ വസ്ത്രം ധരിക്കാൻ പാടില്ല. എന്നാ പ്രത്യേകം ആളുകളുടെ ഇടയിൽ വേർതിരിക്കുന്ന വസ്ത്രം ധരിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് അത് ജിബില്ലിയാണ്, സോഷ്യലാണ്, സോഷ്യൽ ആക്ടിവിറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സോഷ്യൽ അങ്ങനെയായിരുന്നു. അവര് അന്ന് ഈത്തപ്പഴായിരുന്നു അവരുടെ ഭക്ഷണം. അപ്പൊ നമ്മൾ ഈത്തപ്പഴം തിന്നുക, അത് സുന്നത്താ? സുന്നത്തല്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു ഉടുമ്പിനെങ്ങനെ പൊരിച്ചു കൊടുന്നു, വേവിച്ചെങ്ങനെ കൊടുന്നു. നബി തിന്നണില്ല. നബിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ തിന്നാത്തത്? ഞങ്ങള് മക്കാര് ഇതിന്റെ താല്പര്യമില്ല. അത് മാനുഷികമായ പരിഗണന, മാനുഷികമായ കറാഹത്ത്, വെറുപ്പ് തന്നു. ഇങ്ങോട്ട് വാങ്ങിയെന്നാവും, പിടിച്ചിന് വാങ്ങി. ഉടുമ്പിനെ പൊരിച്ചല്ലേ, അതാണ് പിടിച്ചിന് വാങ്ങിയിട്ട് അങ്ങോട്ട് നന്നായി തിന്നു ഖാലിദിന് വേണ്ടി. കുഴപ്പമില്ല, നബിയുടെ അടുത്തിരുന്ന് തിന്നു, അംഗീകാരം. നബി ഒന്നും മുണ്ടിയില്ല. എന്ത് മനസ്സിലായി? നബിക്ക് വ്യക്തിപരമായിട്ട് നബി അത് തിന്നിട്ടില്ല എന്നേ ഉള്ളൂ. അത് മനുഷ്യ സഹജ. ഇപ്പൊ നമുക്കറിയാം, ചിലയിടത്തൊക്കെ പോയ തവളനി പാമ്പിനെ അതിനൊക്കെ തിന്നാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. കറാഹത്താന്ന് പറയാം. നമുക്ക് മനുഷ്യന് വെറുപ്പാണ്. തവള ഹദീസില് അവര് തവള ഉണ്ട്, ഇല്ല തിന്നാൻ പാടില്ല. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങള് മൗക്കൂലാത്ത് പ്രത്യേകം എണ്ണി, പിന്നെ തിന്നപ്പെടാൻ പറ്റാത്തത് എണ്ണീട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. നമുക്ക് മനസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ തിന്നാന്നുള്ളൂ. ചിലയിടത്ത് പെരിച്ചായി അറിയും, പെരിച്ചായി ചിലർ തിന്നും, പെരിച്ചായിനെ തിന്നാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് തിന്നാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് മസാലയൊന്നുമില്ല. കിതാബിലുണ്ട് എറുബുഴയിലെ, കിതാബിൽ മൗക്കൂലാത്തിന്റെ കൂട്ടത്തിൽ എറുബുഴ എന്ന് കാണും, പെരിച്ചായി എന്ന് കാണും. ഫത്തുൽ യാനത്തിലൊക്കെ ഉണ്ടത്. തലബുണ്ട്, തലബ് 2 ഐറ്റം ഉണ്ട്. നിങ്ങൾക്കറിയാം, കുറുക്കൻ 2 ഉണ്ട് കേട്ടോ. 2 ഐറ്റം കുറുക്കുണ്ട്. പണ്ട് മുന്തിരിങ്ങമ്മ ചാടിയൊരു കുറുക്കല്ലേ, അത് സസ്യബുക്കായ കുറുക്കനാ. നിങ്ങൾ നെറ്റൊന്ന് പരിശോധിച്ചു നോക്കി, യൂട്യൂബിലൊക്കെ ഉണ്ടത്. അതേത് കുറുക്കനാ അറിയോ? അത് സസ്യബുക്കായിട്ടുള്ള കുറുക്കനാ. അറബിയിൽ അതിന് സലബ് എന്നത് ചെറിയ സാധനം. അറബികൾ അതിനെ ആട്ടിപ്പിടിച്ച് തിന്നും, ആട്ടിപ്പിടിച്ചിട്ട് അറുത്തിട്ട് തിന്നും. ശരിക്കും കുറുക്കന്റെ ഒരു ചെറിയ സാധനമാണ്.
മാംസബുക്കായിട്ട് ഒരു കുറുക്കുണ്ട്. അതിന് രണ്ടിനും കുറുക്കൻ കുറുനരി എന്നാണ് മലയാളത്തിൽ പറയാം. ഒന്നിനെ കുറുനരി എന്ന് പറയും, ഒന്നിനെ കുറുക്കൻ എന്ന് പറയും. അപ്പൊ അതിന്റെ വിഷയമല്ലോ. പക്ഷെ അറബിയിൽ രണ്ടിനും പറയാം സഹലബ് എന്നാണ്. അപ്പൊ മഹ്കൂലാത്തിന്റെ കൂട്ടത്തിൽ സഹലബ് ഉണ്ട്, ഒരു കുറുക്കുണ്ട്. കുറുക്കനെ തിന്നാന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചമ്പളി ഉണ്ടാക്കണ്ട. സംഗതി എന്താ വെച്ചാല് അത് ഈ സസ്യബുക്കായിട്ടുള്ള സഹലബ. അതാണ് മുന്തിരിമേക്ക് ചാടിയത്, മുന്തിരി പുളിക്കുന്നു പറഞ്ഞിട്ട് പോയത്. ആ സസ്യബുക്കാണ്. അപ്പൊ പരിശോധിച്ച് നോക്കി, ഇതൊക്കെ ഉണ്ട്, നമ്മൾ നോക്കാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു വന്ന് ചിലർക്ക് അത്തരം സാധനങ്ങൾ ഇപ്പൊ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പൊ ഉടുമ്പ് ഇപ്പൊ നമുക്ക് കിട്ടിയാൽ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പൊ മീനുകളെ കൂടെ ചില മത്തി കൂട്ടാത്ത ആൾക്കാരില്ലേ. ചിലർ സ്രാവ് കൂട്ടൂല, ചിലർ മത്തി കൂട്ടൂല, ചിലർക്ക് പിന്നെ വേറെ ചില മീൻ ഇഷ്ടമുണ്ടാവില്ല, ചിലർ പോത്ത് കൂട്ടൂല, കോഴി മാത്രമേ കൂട്ടൂ, ചിലർ കോഴി കൂട്ടൂല. അതൊക്കെ മാനുഷിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉടുമ്പ് ഒഴിവാക്കിയ ഉടുമ്പ് ഹറാമാണ്, അല്ലെങ്കിൽ ഉടുമ്പ് പിന്നെ തിന്നാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഉടുമ്പ് ജായിസാണ്, അനുവദനീയമാണ്, വേണ്ടവർക്ക് ഭക്ഷിക്കാം. ഖാലിദ് ബിൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചു എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സോഷ്യൽ രൂപത്തിലോ പേഴ്സണൽ രൂപത്തിലോ ഒരു കാര്യം ചെയ്തിട്ട് അത് നമ്മളോട് പറഞ്ഞാലോ അത് നമുക്ക് സുന്നത്തായി വരും. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഈത്തപ്പഴമാണ് നബി എപ്പോഴും തിന്നിരുന്നത്. അപ്പൊ ഈത്തപ്പഴം തിന്നൽ സുന്നത്താണോ? അല്ല. കാരണം ഈത്തപ്പഴം തിന്നാൻ നബി പറഞ്ഞിട്ടില്ല. എങ്കിൽ നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കേണ്ടതോ സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നതാണ്. ഒട്ടകപ്പുറത്ത് നിങ്ങൾ കേറിക്കോളി എന്ന് പറഞ്ഞാൽ അത് സുന്നത്തായോ? അത് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? താടി ഞാൻ പറയുമ്പോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. താടി കൃത്യമായിട്ട് ഇത് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് പല ആൾക്കാരും താടി പഠിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. താടി പിന്നെ ആരും എന്നോട് ഇറക്കരുത് കേട്ടോ, ഓരോരുത്തരും നോക്കണ്ട്. താടി നീട്ടം തന്നെയാണ്. കുസ്സശാരിബ വഅകുല്ലിഹ. മീശ വെട്ടിച്ചെറുതാക്കുക, താടി നീട്ടുക. തലകെട്ട് നബിന്റെ കാലത്തുണ്ടായിരുന്നു, നബിക്കുണ്ടായിരുന്നു, അബൂജാഹിലുണ്ടായിരുന്നു. കേട്ടില്ലേ? പുറപ്പെട്ട അബൂജാഹിലുടൻ എന്ന് പറഞ്ഞിട്ട് അതില് അബൂജാഹിലിന്റെ താടി മീശയും തലകെട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തലകെട്ട് സുന്നത്താന്ന് പറയാൻ പാടില്ല. കാരണം നബി തലകെട്ട് കെട്ടിയാലും നിങ്ങൾ തലകെട്ട് കെട്ടിക്കോളീന്ന് നബി പറഞ്ഞിട്ടില്ല. ഫത്ഹുൽ മുഈനിൽ പറയുന്നുണ്ട് റഹ്മാനി 12ഓളം ഹദീസുകള് തലകെട്ടിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദുർബലമാണ് എന്നാണ്. തലയെ കെട്ടിയവൻ അള്ള പ്രാർത്ഥിക്കും, അള്ളാന്റെ മലക്കൾ പ്രാർത്ഥിക്കും എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഒരൊറ്റ സഹിഹായ ഹദീസ് പോലും നിങ്ങൾ തലയെ കെട്ടിക്കോളി എന്ന് പറഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് തലയെ കെട്ട് സുന്നത്തല്ല, കെട്ടിയാൽ കൂലി കിട്ടൂല. നമുക്ക് നമ്മൾ എല്ലാവരും കെട്ടുമ്പോ പിന്നെ തോർത്തുന്നോണ്ട് പോയ കാരണന്മാരെ കെട്ടൂല, അങ്ങനെ കിട്ടും. ഇനി വിരോധമല്ല, അത് അത്ര കരുതിയാൽ മതി. എന്നാൽ താടി നീട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് 52-ലധികം സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ താടി വെറുതെ വെച്ചാൽ മതി, ബാർബർ ഷാപ്പിലെ കായ് ലാഭം കിട്ടും, അള്ളാന്റെ കൂലിയും കിട്ടും. സുന്നത്താണ്, സുന്നത്ത് കിട്ടും. അതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാല്. അല്ലാതെ അതൊരു സുന്നത്തല്ലേ, ചെയ്ത കൂലിണ്ട് ഉപേക്ഷിച്ച അല്ല, അത് പുറത്താണ്. അത് ഷാഫിമാവും അനഫിമാവും പറഞ്ഞ ആ സുന്നത്ത. അതായത് രാവിലെ തന്നെ വന്നപ്പോ തുടങ്ങിയപ്പോ തന്നെ അതാണ് മാറ്റിവെച്ചത്. പിന്നെ അതെന്ത് വേണമെന്നാണ്. ഇപ്പൊ ഈജിപ്തിലൊക്കെ താടി വെക്കണേ. ഞാനിപ്പോ ഈജിപ്തിലെ മന്നാഉൽ ഖത്താൻ, അദ്ദേഹം എന്റെ ഉസ്താദാണ്. ശരിക്കും ഇരുന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മരണപ്പെട്ടുപോയി ഷെയ്ഖ് മന്നാഉൽ ഖത്താൻ. അതുപോലെ കുറെ ആളുകൾ അവർക്ക് താടി കുറ്റിത്താടിയുള്ളൂ. കാരണം അവിടെ ഈജിപ്തില് താടി വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. നമ്മളെ വണ്ടിയൊക്കെ ഓടിക്കണ മാതിരിയാണ്. അപ്പൊ ലൈസൻസ് കിട്ടൂല. അവരുടെ ലജ്നത്തുദ്ദായിമ അവർ ഫത്വ ഇറക്കിയത് എന്താണെന്നറിയോ നിങ്ങള്? മല്ലം യഹ്ലിഖിൽ ലിഹ്യ ഹഖഖ സുന്ന. താടി വടിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് കിട്ടുന്നതാണ്. അതെങ്കിലും നമ്മൾ എത്ര ഏറ്റവും ചുരുങ്ങിയത് താടി വടിച്ചിട്ടില്ലെങ്കിൽ സുന്നത്ത് കിട്ടും. കാരണം അവർക്ക് അത്രേ കഴിയുള്ളൂ, ഓലെ ലജ്ജത്തായ കഴിയും. പിന്നെ ഇപ്പൊ താടി നീട്ടൽ എത്ര നീട്ടണം എന്നാണ്. പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ഒരു പിടി പിടിച്ചിട്ട് മുറിച്ച് കളഞ്ഞു എന്നുണ്ട്. എന്തായിരുന്നാലും ശരി, താടി വടിക്കുന്നതിന് ഒരു പണ്ഡിതന്മാരുടെ ഒരു മസ്അലയില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കേണ്ടത്. കാരണം താടി നബി ഉണ്ടായിരുന്നു, പക്ഷെ നബി അത് കൽപ്പിച്ചിട്ടുണ്ട്. തലകെട്ട് നബിക്ക് ഉണ്ടായിരുന്നു, നബി അത് കൽപ്പിച്ചിട്ടില്ല. അതിനാണ് സുന്നത്തുൻ ആദിയ എന്നും പറയും. ആദിയായ സുന്നത്തുകൾ. പിന്നെ ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ സുന്നത്തു തഅബ്ബുദിയ, തഅബ്ബുദിയായ സുന്നത്താണ്. നബി തങ്ങളുടെ ഓരോ കാര്യങ്ങളും, നടത്തം, ഇരുത്തം എല്ലാം അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്.
നബിയുടെ നടത്തം, നബിയുടെ ഇരുത്തം, നബി ഇരുന്ന പോലെ ഇരിക്കുക, നബി പഠിപ്പിച്ച പോലെ പിന്നെ ചെയ്യാൻ, നബി പിന്നെ വലത്തെ കൈ ഒരാളോട് പറയാം, നബി തങ്ങൾ പറയാം, പ്രത്യേക കേടൊന്നും കാണില്ല. ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ നബിന്റെ അടുത്ത് നിന്ന് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇടത്തെ കൈകൊണ്ട്. നമ്മളൊക്കെ പലയിടത്തും കുടുത്തം വിട്ടു. ഇനിയിപ്പോൾ നിങ്ങൾ നോമ്പറക്കുമ്പോൾ തന്നെ കാണാം, ഇതിന്റെ പേരിൽ ഒരുപാട് വിദേഹത്തുകൾ നമ്മൾ ചെയ്യും. നോമ്പറക്കുമ്പോൾ നോക്കിക്കൊണ്ടുണ്ട്. നിന്നിട്ട് ഖിയാമുമ്മ ഖുഊദൻ വഅലാ ജുനൂബിയൊക്കെയാണ്. ഞാൻ പലയിടത്തും ഇവിടെ കണ്ടിട്ടില്ല, പലയിടത്തും പോയ നോമ്പറ കണ്ട്. ആ ഇഫ്താർ കാരണം എല്ലാരെ കൊണ്ടും തിന്മ ചെയ്യിപ്പിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. നബി പറഞ്ഞു, കയ്യിന് കണ്ടിട്ട് കേടൊന്നുമില്ലല്ലോ. എനിക്ക് കഴിയില്ല, ലസ്തത്താഴ്ത്ത, നിനക്കെന്നാ കഴിയില്ല എന്ന് നബി എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. പിന്നെ ആ മനുഷ്യൻ ഈ വലത്തെ കൈ പിന്നെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല എന്ന ഹദീസ്. മനഃപൂർവ്വമാണ് നമ്മളിതൊക്കെ ചെയ്യണതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം ഉണ്ടാവുന്നു കൂടി എന്ന് മനസ്സിലാക്കുക. സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലറൂറത്തിന്റെ ഹാലില് കുഴപ്പമില്ല. ഒരാൾക്ക് രോഗിയാണ്, അല്ലെങ്കിൽ അടുത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ, അപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാലോ. അല്ലെങ്കിൽ നമ്മൾ അതിന് പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ അള്ളാഹു ശറഈയായ ലറൂറത്തായിരിക്കണം, ശറഈയായ ഉദ്റുണ്ടാവണം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്താൽ അത് വിരോധമല്ല, അത് ശരീഅത്താണ്. എന്നാ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അത് ഒരു സുന്നത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് എത്ര ലളിതമായത് തള്ളിക്കളഞ്ഞാൽ ആ സുന്നത്ത് പോയാൽ പിന്നെ അവിടെ ബിദ്അത്ത് വരുന്ന നിങ്ങൾക്കറിയോ? സുന്നത്ത് ഒരാൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ബിദ്അത്താണത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു, മഹാന്മാരൊക്കെ പറഞ്ഞത് ഈ ബിദ്അത്ത് കളവിനേക്കാളും കൊലപാതകത്തെ 3 തിന്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം. ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ തിന്മ. ഏറ്റവും വലിയ ശിക്ഷയും അതിനാണ് ഇസ്ലാം വിധിച്ചിട്ടുള്ളത്, വ്യഭിചാരത്തിനാണ്. ഖുർആൻ പറയുന്നുണ്ട്, സൂറത്ത് മറ്റേ ഫുർഖാനിലെ ഇബാദുർ റഹ്മാന്റെ കൂട്ടം പറയുന്നുണ്ട്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാന്റെ കൂടെ വേറെ ഇലാഹിനെ വിളിക്കൂല. വലാ യഖ്തുലുന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു ഹറാമാക്കിയ ശരീരത്തെ കൊല്ലൂല. വലാ യസ്നൂൻ, വ്യഭിചരിക്കൂല. വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമ, ഇതൊരാൾ ചെയ്താൽ അതിന്റെ തിന്മ അള്ളാഹുവിൽ നിന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മാത്രമല്ല വയുദാഇഫു ലഹുൽ അദാബു വയഖ്ലുദു ഫീഹി മുഹാന, ശാശ്വതമായിട്ട് ശിക്ഷയിലായിരിക്കും അവൻ. ഇല്ലാമൻ താബ, തൗബ ചെയ്താൽ, തൗബ ചെയ്തു, വആമൻ, വിശ്വസിച്ചു, വഅമില അമലൻ സാലിഹ, നല്ല കാര്യങ്ങൾ ചെയ്തു എങ്കിൽ ഉലൈക പിന്നെ അള്ളാഹു പിന്നെ അള്ളാഹു പിന്നെ തൗബ ചെയ്തു കൊടുക്കും. അവർക്ക് അള്ളാഹ് തൗബ സ്വീകരിക്കും. ആരുടെ? ശിർക്ക് ചെയ്തവന്റെ തൗബ അള്ളാഹ് സ്വീകരിക്കും. വ്യഭിചരിച്ചവന്റെ തൗബ അള്ളാഹ് സ്വീകരിക്കും. കൊലപാതകം നടത്തിയവന്റെ തൗബ അള്ളാഹ് സ്വീകരിക്കും. പണ്ഡിതന്മാർ പറയുന്നത് ബിദ്അത്ത് ചെയ്തവന്റെ തൗബ സ്വീകരിക്കാൻ അവസരം ഉണ്ടാവില്ല. കാരണം ഇവൻ എന്നും ഇരുന്നിട്ട് ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാണ്. ഒരു ഉദാഹരണം, അതൊരു ബിദ്അത്താണ്. ഓന്റെ വിചാരത്ത് കുഴപ്പമില്ലാന്ന്, അതിന് തൗബ ചെയ്യോ? ചെയ്യണ തെറ്റല്ലേ? ഓൻ വിചാരിക്കണത് നല്ല കാര്യം വിചാരിക്കണേ. നിസ്കാരത്തിന്റെ ശേഷം ഒരു 10 സ്വലാത്ത് ഒരാൾ ഇങ്ങനെ ഇരുന്ന് ചെല്ലുക, നിസ്കാരത്തിന്റെ ശേഷം, അത് പറഞ്ഞാലേ വേഗം മനസ്സിലാവുള്ളൂ നമുക്ക്. ഇരുന്നിട്ട് നിസ്കാരത്തിന് ഓന്റെ വകയാണത്, നബി ഒഴിപ്പിച്ചല്ല. ഇരുന്നിട്ട് നിസ്കാരത്തിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സ്വലാത്ത്. കൂട്ടരെ, മരിക്കാൻ നേരത്തെ ഈ സ്വലാത്ത് ഇല്ലെന്ന് ആരെങ്കിലും തൗബ ചെയ്യുമോ? മരിക്കോളം തൗബ ചെയ്യൂല. ഓൻ വിചാരിക്കണത് ഇത് നല്ല കാര്യമാണ് ഈ ചെല്ലണത് എന്നാണ്. അതുകൊണ്ട് ഓനക്ക് തൗബ ഉണ്ടാവില്ല. ബിദ്അത്ത് തൗബ ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്ത്. കുല്ലു ബിദ്അത്തിൻ, ഖത്തീബ് പറയില്ലേ, കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്ത് വഴികേടാണ്, വഴികേട് നരകമാണ്. അതുകൊണ്ട് എത്ര ചെറിയ സംഗതികളാണ് ശരി, നിസ്സാരമാക്കരുത്. അറിയാതെ അബദ്ധങ്ങൾ പറ്റിയ തൗബ ചെയ്യാം. പക്ഷെ ഇതൊക്കെ എത്ര മതി എന്ന് വിചാരിച്ചിട്ട്, എന്ത് സുന്നത്ത് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പടച്ചോന്റെ ഖുർആന് അത് എതിരാണ്. വൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് പിന്നെ വിരോധം പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ. അൻയുസീബഹും ഫിത്ന, അൻതുസീബഹും ഫിത്ന, അവർക്ക് എന്തെങ്കിലും ഫിത്ന വരുമെന്ന് പോലും ഭയക്കട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടാകും. ഇബ്നു കസീർ റഹ്മഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷ കിട്ടും എന്നാണ്. ദുനിയാവിൽ തന്നെ അതിന്റെ ശിക്ഷ കിട്ടുന്ന, അതാ തുസീബഹും ഫിത്ന എന്ന് പറഞ്ഞത്. പിന്നെ അദാബുൻ അലീം പരലോകത്തുണ്ടാവുന്നതാണ്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് നടന്നിരുന്ന ആളുകൾ, പ്രവാചകന്റെ സുന്നത്തുകൾ ആക്ഷേപിച്ചിരുന്ന ആളുകൾ, ഒരാൾക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയാനുള്ള അവസരം കൂടിയും അള്ളാഹ് കൊടുത്തിട്ടില്ല. മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. തമാശക്കെങ്കിലും 4 ആള് കൂടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയും കൊടുക്കാതെ പരീക്ഷണങ്ങൾ വരുന്നതാണ്. അതൊക്കെ നമുക്ക് ഗുണപാഠങ്ങളാണ്. ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇതൊക്കെ നമ്മൾ പഠിക്കണം, നന്നായി മനസ്സിലാക്കണം. ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സുന്നത്തൊക്കെ കൃത്യമായിട്ട് സഹിഹായ ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സഹാബികളെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലുള്ള ഒരു താല്പര്യം നമ്മൾ കാണിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസല്ലം അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.